AC circuits containing capacitor only. ഒരു കപ്പാസിറ്റർ മാത്രമുള്ള AC സർക്യൂട്ടിലെ EMF, കറണ്ട് മുതലായവയെക്കുറിച്ചും അവയുടെ ഗ്രാഫിക്കൽ ഫേസർ റെപ്രസെന്റേഷനെ കുറിച്ചുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Consider an AC circuit containing a capacitor as shown in figure. Let C be the capacitance of the capacitor. നമുക്കറിയാം കപ്പാസിറ്റർ is a device used to store electric charge. ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യുന്നതെന്നും കപ്പാസിറ്റൻസിനെ കുറിച്ചുമൊക്കെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ട്. ഇവിടെ സി എന്ന് പറയുന്ന കപ്പാസിറ്ററിന് അക്രോസായി നമ്മൾ ഒരു ആൾട്ടർനേറ്റിംഗ് EMF E അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I. ഇവിടെ കപ്പാസിറ്റർ സി, കപ്പാസിറ്ററിന്റെ സിമ്പിൾ നോക്കുക, ഇത് അതിന്റെ കപ്പാസിറ്റൻസ് സി ആണ്. ഇനി അവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് EMF നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I. We have instantaneous EMF E is equal to E0 sin omega t. Instantaneous EMFന്റെ എക്സ്പ്രഷൻ E0 sin omega t എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം ചാർജ് Q is equal to C into V എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചാർജ് Q is equal to CV. ഇതൊക്കെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതായത് ചാർജും പൊട്ടൻഷ്യലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ Q is equal to CV. C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ കറണ്ടിനെ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് എന്ന് പറയാം, അതായത് dQ/dt. അപ്പോൾ I എന്ന് പറയുന്ന കറണ്ടിനെ നമ്മൾ dQ/dt എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലും അതുപോലെ തേർഡ് ചാപ്റ്ററിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അങ്ങനെയെങ്കിൽ നമുക്കിവിടെ കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു Q is equal to CV എന്നാണെങ്കിൽ CV, ഇപ്പോൾ കറണ്ട് I is equal to C into dQ/d അല്ലെങ്കിൽ dV/dt എന്ന് എഴുതാം. dV/dt. dV എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് dV/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യലിൽ ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ dQ/dt എന്ന് പറയുന്നത് കറണ്ടിനെ നമുക്ക് I എന്ന് റെപ്രസെന്റ് ചെയ്യാം. കറണ്ട് is equal to C into dV/dt. dV/dt എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ വോൾട്ടേജ് തന്നെയാണ് നമ്മൾ EMF ആയിട്ട് എടുക്കുന്നത്. അപ്പം C into dE/dt നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഒരു കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ട്, the current through the capacitor I is equal to C into capacitance into dE/dt. dE/dt. ഇനി നമുക്ക് E എന്ന് പറയുന്നത് E0 sin omega t ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ C into d/dt of E0 sin omega t. C into d/dt of E0 sin omega t. അപ്പോൾ കറണ്ട്, ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറയുന്നത് I is equal to നമുക്ക് C into d/dt of E0 sin omega t എന്ന് പറയാം. ഇനി ഇവിടെ നമ്മളിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് E0 എന്ന് പറയുന്നത് നമുക്ക് ആൾക്കറിയാം പീക്ക് EMF ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പീക്ക് വാല്യൂ ഓഫ് EMF അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. കപ്പാസിറ്റൻസ് ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? C and E0 are constants. Taking them outside we get I is equal to C E0. അത് നമ്മൾ ഔട്ട്സൈഡിലേക്ക് എടുത്തു. പിന്നെ d/dt of sin omega t. d/dt of sin omega t ആണുള്ളത്. ഇനി നമുക്കറിയാം d/dt of sin omega t എന്ന് പറഞ്ഞാൽ sin omega t നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി അല്ലെങ്കിൽ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും E0 into C നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇനി അതിന്റെ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. അപ്പം നമ്മൾ d/dt ഓഫ് സൈൻ ഒമേഗ ടിയെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് കിട്ടും. പിന്നെ നമുക്കുള്ള കോൺസ്റ്റന്റുകൾ E0 എന്ന് പറയുന്ന പീക്ക് EMF ഉണ്ട്, അതുപോലെ കപ്പാസിറ്റൻസ് ഉണ്ട്. അപ്പോൾ I is equal to E0 into സൈൻ ഒമേഗ കോസ് ഒമേഗ ടി നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. C ഒമേഗ എന്നുള്ള ഈ ടേമിനെ, C ഒമേഗ എന്നുള്ള ടേമിനെ നമുക്ക് 1/1/C ഒമേഗ, നമുക്കറിയാം ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ന്യൂമറേറ്ററിലാണ് വരേണ്ടത്. ഇനി നമ്മൾ അതിനെ നേരെ തിരിച്ച് എഴുതുകയാണ്. C ഒമേഗ എന്നുള്ളതിനെ നമുക്ക് ഇവിടെ 1/, അതായത് E0/1/C ഒമേഗ. അപ്പോൾ നമ്മളിതിന് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ C ഒമേഗ എന്നുള്ളതിനെ നമ്മൾ 1/1/C ഒമേഗ എന്നുള്ള ഫോമിലേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ ഈ C ഒമേഗ എന്നുള്ളത് ഡിനോമിനേറ്ററിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും?
E0 ഡിവൈഡ് ബൈ 1/c ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി അതുപോലെ തന്നെ. ഇനി അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നതാണ് E0 ഡിവൈഡ് ബൈ 1/c ഒമേഗ ഇൻറ്റു. ഇനി കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഒമേഗ ടി എന്ന് പറയുന്നതിന് നമുക്ക് സൈൻ ഒമേഗ ടി പ്ലസ് π/2 അല്ലെങ്കിൽ സൈൻ 90 പ്ലസ് തീറ്റ ആണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 90 പ്ലസ് തീറ്റ നമുക്ക് പഠിച്ചിട്ടുണ്ട്. സൈൻ 90 പ്ലസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഒമേഗ ടി എന്നുള്ളത് എന്തായിരിക്കും? സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്ന് വരും, അല്ലെങ്കിൽ 90. π/2 എന്ന് പറയുന്നത് തന്നെയാണ് 90. അപ്പൊ നമുക്ക് E0 ഡിവൈഡ് ബൈ 1/c ഒമേഗ ഇൻറ്റു സൈൻ കോസ് ഒമേഗ ടി എന്നുള്ളതിന് പകരമായിട്ട് സൈൻ ഒമേഗ ടി പ്ലസ് 90 അല്ലെങ്കിൽ π/2 നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന I is equal to E0 ഡിവൈഡ് ബൈ 1/c ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് π/2 നമുക്ക് ലഭിച്ചു. ഇവിടെ E0 ഡിവൈഡ് ബൈ 1/c ഒമേഗ E0 ഡിവൈഡ് ബൈ 1/c ഒമേഗ എന്നുള്ള ഈ ടേമിനെ നമുക്ക് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് എന്ന് എഴുതാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഇവിടെ കറണ്ട് ഈസ് ഈക്വൽ ടു I ഈസ് ഈക്വൽ ടു ഇവിടെ EMF എന്ന് പറയുന്നത് വോൾട്ടേജ് തന്നെയാണ്. അപ്പം E0 എന്ന് പറയുന്നത് എന്താണ്? V ആണ്. ഡിവൈഡ് ബൈ 1/c ഒമേഗ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/c ഒമേഗ ആണ്. അപ്പൊ നമുക്ക് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെന്തായിരിക്കും? കറണ്ട് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ I ഈസ് ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ 1/c ഒമേഗ. 1/c ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ XC എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് E0 ഡിവൈഡ് ബൈ 1/c ഒമേഗ എന്നുള്ള ടേമിനെ നമുക്ക് I0 എന്ന് എഴുതാം. എന്താണ്? പീക്ക് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. അതെന്തായിരിക്കും? പീക്ക് കറണ്ട് ആണ്. അപ്പം I0 ഇസ് ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ 1/c ഒമേഗ. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഇക്വേഷൻ്റെ അകത്തേക്ക് E0 ഡിവൈഡ് ബൈ 1/c ഒമേഗ എന്നുള്ളതിന് പകരം നമ്മൾ I0 എന്ന് എഴുതുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും I ഇസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്ന് കിട്ടും. I ഇസ് ഈക്വൽ ടു I0 ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് π/2. ഇനി ഇവിടെ 1/ωc അല്ലെങ്കിൽ 1/c ഒമേഗ എന്ന് പറയുന്ന ഈ ടേം ഉണ്ട്. 1/c ഒമേഗ എന്ന് പറയുന്ന ഈ ടേമിനെ നമുക്ക് പറഞ്ഞു റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ ആണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നാണ് പറയുന്നത്. XC എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പം എന്താണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ? ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ടിന്റെ ഫ്ലോയെ ഓപ്പോസ് ചെയ്യുന്ന റെസിസ്റ്റൻസ്, കപ്പാസിറ്ററിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനാണ് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. XC എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. XC is equal to 1/ωc അല്ലെങ്കിൽ 1/c ഒമേഗ ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന EMFന്റെ വാല്യൂ നമുക്കറിയാം. ഇൻസ്റ്റന്റേനിയസ് EMF E is equal to E0 sin ഒമേഗ ടി എന്നായിരുന്നു. അപ്പൊ നമുക്ക് കറണ്ടിന് കിട്ടിയിരിക്കുന്ന വാല്യൂ I is equal to I0 sin ഒമേഗ ടി പ്ലസ് π/2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം EMFന്റെയും കറണ്ടിന്റെയും രണ്ട് റിലേഷൻസ് നമുക്ക് കിട്ടി. E is equal to E0 sin ഒമേഗ ടി, I is equal to I0 sin ഒമേഗ ടി പ്ലസ് π/2 അല്ലെങ്കിൽ 90 ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കാണുന്ന ഒരു കാര്യം എന്താണ്? ദ കറണ്ട് ലീഡ്സ്. ഇവിടെ E0 സൈൻ ഒമേഗ ടി മാത്രം വരുമ്പോൾ ഇവിടെ എന്താണ്? I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 അല്ലെങ്കിൽ 90 കൂടെ വരുന്നുണ്ട്. എന്താണ് ഇവിടെ? കറണ്ട് ലീഡ്സ് ദ EMF ബൈ എ ഫേസ് ആംഗിൾ π/2. കറണ്ട് എന്ന് പറയുന്നത് EMFനെ π/2 എന്ന് പറയുന്ന ആംഗിളിൽ അല്ലെങ്കിൽ ഫേസ് ആംഗിളിൽ എന്താണ് ലീഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷനിലെ ഒമേഗ ടിക്ക് നമ്മൾ കിട്ടിയിരിക്കുന്ന വാല്യൂ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കറണ്ട് വിൽ ലീഡ് ദ EMF ബൈ എ ഫേസ് ആംഗിൾ π/2 റേഡിയൻസ്. ഇനി നമുക്ക് ഈ കിട്ടിയിരുന്ന വാല്യൂസ് എല്ലാം കൂടെ അതായത് നമ്മൾ പറഞ്ഞു ഒമേഗ ടി സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന E0 EMFന്റെ വാല്യൂ E is equal to E0 സൈൻ ഒമേഗ ടി ഉണ്ട്. അതുപോലെ I is equal to I0 ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് π/2 ഉണ്ട്. ഈ രണ്ട് വാല്യൂസ് കറണ്ടിന്റെയും EMFന്റെയും ഇൻസ്റ്റന്റേനിയസ് വാല്യൂസിന്റെ അകത്തുള്ള ഒമേഗ ടിക്ക് നമ്മൾ 0, 90, 180, 270, 360 എന്നിവയുടെ ആംഗിൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇങ്ങനെയായിരിക്കും. എങ്ങനെയാണ്? ഒമേഗ ടി ഇതാണ്. അതുപോലെ ഇവിടെ നോക്കുക, നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന EMF പഴയ പോലെ തന്നെയാണ്. EMF നമ്മൾ റെസിസ്റ്ററിന്റെ അകത്തും അതുപോലെ ഇൻഡക്ടറിന്റെ അകത്തും പറഞ്ഞേക്കുന്ന പോലെ തന്നെ EMFന്റെ പഴയ ഗ്രാഫ് തന്നെയാണ്. EMF നോക്കുക, 0 ഡിഗ്രി ആയിരിക്കുമ്പോൾ 0, 90 വരുമ്പോൾ മാക്സിമം, പിന്നെ 180 വരുമ്പോൾ വീണ്ടും 0. ഈ രീതിയിൽ തന്നെയാണ് EMF പോകുന്നത്. ഇനി ഇവിടെ നോക്കുക, കറണ്ട് എന്ന് പറയുന്നത് EMF 0 ആകുന്ന കേസിൽ
EMF 0 ആകുന്ന കേസിൽ കറണ്ട് എത്രയാണ്? മാക്സിമം ആണ്. അതായത് EMF 0 ആകുമ്പോൾ കറണ്ടിന്റെ വാല്യൂ I0 ആണ്. ഇനി അടുത്ത നോക്കി, EMF മാക്സിമം ആകുമ്പോൾ എത്രയാണ്? കറണ്ട് എന്തായി മാറും? 0 ആകും. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ നോക്കാം, രണ്ടും ഒരേ കേസിലല്ല. എങ്ങനെയാണ്? EMF 0 ആയിരിക്കുന്ന സമയത്ത് കറണ്ട് എങ്ങനെയാണ്? മാക്സിമത്തിലാണ്. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കറണ്ട് 90 ഡിഗ്രിയിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. എന്താണ്? EMF 0 ആയിരിക്കുമ്പോഴും കറണ്ട് എത്രയാണ്? മാക്സിമത്തിലാണ് എത്തുന്നത്. അതുകൊണ്ടാണ് കറണ്ട് 90 ഡിഗ്രിയിൽ ലീഡ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇതിന്റെ ഫേസർ ഡയഗ്രത്തിലേക്ക് നമുക്ക് പോകാം. ഫേസർ ഡയഗ്രത്തിൽ ഒമേഗ ടി നമ്മൾ പഴയ പോലെ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഒമേഗ ടി എന്ന് പറയുന്ന ആംഗിളിൽ നമ്മൾ EMF-നെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. കറണ്ട് ഒമേഗ ടിയേക്കാളും 90 ഡിഗ്രിയിൽ എന്താണ്? ലീഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് I എന്ന് പറയുന്നത് ഇവിടെയാണ്, കറണ്ടിനെ നമ്മൾ ഇവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒമേഗ ടിയേക്കാളും 90 ഡിഗ്രി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഈ ഒമേഗ ടിയും EMF-നും കറണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ ഈ ആംഗിൾ, കറണ്ടിനും EMF-നും ഇടയ്ക്കുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒമേഗ ടിയേക്കാളിലും 90 ഡിഗ്രി ലീഡ് ചെയ്താണ് ഇവിടെ നമ്മൾ കറണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. കറണ്ട് ലീഡ് ചെയ്യാനുള്ള കാരണം ഇതാണ്. ഇവിടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടുന്നത് മൂലം എന്ത് ചെയ്യും? അതിന്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻ കപ്പാസിറ്റീവ് സർക്യൂട്ട് ദ കറണ്ട് ചാർജസ് ദ കപ്പാസിറ്റർ. കപ്പാസിറ്ററിനെ എന്ത് ചെയ്യും? കറണ്ട് ചാർജ് ചെയ്യും. ആൻഡ് വിച്ച് റേസസ് ദ പൊട്ടൻഷ്യൽ. ഇത് മൂലം എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടുന്നത് മൂലം അവിടെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. ഇതിന്റെ കാരണം എന്താണ്? ചാർജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇക്കാരണത്താലാണ് കറണ്ട് EMF-നെ ലീഡ് ചെയ്യുന്നത്. അപ്പം ലീഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്, ഇൻ എ കപ്പാസിറ്റീവ് സർക്യൂട്ട് ദ കറണ്ട് ചാർജസ് ദ കപ്പാസിറ്റർ ആൻഡ് വിച്ച് റൈസസ് ദ പൊട്ടൻഷ്യൽ, സോ ദ കറണ്ട് ലീഡ്സ് ദ EMF. അപ്പോൾ ഒരു കപ്പാസിറ്റർ ഉള്ള ഈ സർക്യൂട്ടിൽ എങ്ങനെയാണ് കറണ്ടും EMF-ഉം ലഭിക്കുക എന്ന് നമ്മൾ പഠിച്ചു. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ഫേസർ ഡയഗ്രാം മുതലായവ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഡെറിവേഷൻസ് എല്ലാം ഒന്നുകൂടെ എഴുതി നോക്കുക. ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ഫേസർ ഡയഗ്രാം വരച്ച് പഠിക്കുക. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.